Today is going to be awesome and epic videos every day. So my name is Minha. My name is Saza. This is Naza and we are the three super sisters. But before the video gets started, like share, subscribe പിന്നെ click ചെയ്യുക. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മളെ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ബിസിനസ്സിലും ഒപ്പം തിളങ്ങി നിൽക്കുന്ന നമ്മൾ ഷംസിഖാൻ്റെ കൂടെ ഉള്ളത്. അങ്ങൾ മെയിൻലി അറിയല് നെല്ലറ ഷംസിഖാനാണ്. അപ്പോൾ എനിക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കുറച്ച് അറിയേണ്ട കുറച്ച് കുഞ്ഞു ചോദ്യങ്ങളുണ്ട്. ചോദിക്കാതെ അപ്പോ ജീവിതത്തിൽ അങ്ങനെ ഏറ്റവും സന്തോഷിച്ചിട്ടുള്ള ഒരു കാര്യം? ഓരോ നിമിഷങ്ങളും സന്തോഷിച്ചിരിക്കുക. അങ്ങനെ ഒരു നിമിഷം സെപ്പറേറ്റ് പറയണം. ഏറ്റവും കൂടുതൽ അങ്ങനെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ഒരു നിമിഷമായിട്ട് പറയാൻ പറ്റില്ല. കുറച്ച് നിമിഷങ്ങളുണ്ട്, പല സമയങ്ങളായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏറ്റവും പല ചെറിയ സന്തോഷങ്ങളും വലിയ സന്തോഷങ്ങളും സന്തോഷങ്ങളെല്ലാം ഒന്നാണ്. അതിന് ചെറുപ്പ വ്യത്യാസമില്ലല്ലോ. ചിലവർക്ക് വലിയ പൈസക്കാര് ആകുമ്പോഴുള്ള സന്തോഷം വേറെ, ചെറിയ പാവപ്പെട്ടവരുടെ സന്തോഷം വേറെ. പക്ഷെ എല്ലാ സന്തോഷവും ഒന്നാണ് ഞാൻ കാണുന്നത്. നമ്മള് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ ചെറുപ്പത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന ചെറുപ്പത്തിൽ കിട്ടുന്ന ആ സന്തോഷം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പെരുന്നാളൊക്കെ പോകുന്ന ആ ഒരു ഡ്രസ്സ് എടുക്കുന്ന സന്തോഷം, അതൊരു ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പലപ്പോൾ പറയണ്ടേ, ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ വർഷത്തിൽ 2 ഷർട്ട് എടുക്കുക. ഒന്ന് ചെറിയ പെരുന്നാൾക്കും വലിയ പെരുന്നാൾക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാ ദിവസവും എല്ലാ മാസങ്ങളും എല്ലാ ദിവസങ്ങളൊക്കെ ആക്കിയിട്ട് മാറി. അപ്പൊ അതൊരു സന്തോഷമായിരുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ വന്നപ്പോ എനിക്ക് ഷെയ്ഖ് മുഹമ്മദിനെ കണ്ട നമ്മുടെ ഭരണാധികാരിയായിട്ടുള്ള ആ ഒരു സന്തോഷം ആദ്യമായിട്ട് കാണുന്നത്. കുറെ പ്രാവശ്യം കണ്ടു. പക്ഷെ ആദ്യത്തെ കാണുന്ന ഒരു നമ്മളൊരു ഇൻസ്പിറേഷൻ ആണ് നമ്മുടെ ഭരണാധികാരി, യുഎയുടെ പ്രത്യേകിച്ച് ദുബായിയുടെ ഭരണാധികാരി. അവരെ കണ്ട സന്തോഷമൊക്കെ എനിക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സമയം. പിന്നെ അങ്കിളുടെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമാണ്. പക്ഷെ ഓരോ ഡിഫറെന്റ് ആണ് ഓരോന്നിനും. പക്ഷെ എന്താ പറഞ്ഞാൽ ഓരോ രാജ്യത്തിന്റെ ഫുഡുണ്ട്. ഇപ്പൊ നമ്മൾ നാടൻ ഫുഡാണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലെ ബീഫിന്റെ ഒരു ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യൻ ഫുഡ് പറയുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. ഹൈദരാബാദി ബിരിയാണി എല്ലാം ഇഷ്ടമാണ്. ഇനി മറ്റുള്ള രാജ്യങ്ങളിലെ ഫുഡ് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തായ് ഫുഡാണ്. തായ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ അറബിക്കിലൊക്കെ ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ട്. ഗ്രിൽസ് ഇതൊക്കെ കഴിക്കും. പിന്നെ മുന്നത്തെ കൊറോണ ഇപ്പോഴത്തെ കൊറോണ ആയിട്ടുള്ള ബിസിനസ്സിന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? മുന്നത്തെ കൊറോണ എന്ന് പറഞ്ഞാല് ഈ കൊറോണയിൽ അന്ന് ഭയങ്കര പേടിപ്പിക്കലായിരുന്നു. ആ പേടിപ്പിക്കൽ ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ടെങ്കിലും കൊറോണ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആളുകൾ വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാതിരിക്കുകയില്ല. ബിസിനസിനെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് നാട്ടിൽ ഇപ്പൊ ഈ വിഷയ സമയത്ത് മാത്രമുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങള് കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങള് പോയ സ്ഥലത്ത് അങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു രാജ്യം? ചോദിച്ചതിനൊക്കെ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഓരോ രാജ്യം വ്യത്യസ്ത കൾച്ചറാണ്. അതില് ഓരോ രാജ്യങ്ങളിലും പ്രത്യേക അവരുടെ കൾച്ചറുണ്ട്. അപ്പോ പലരും പറഞ്ഞ സ്വിറ്റ്സർലാൻഡ് ഭയങ്കര ബ്യൂട്ടിയാണ്, അവിടുത്തെ കൾച്ചർ ഭയങ്കര, അല്ലെങ്കിൽ അവിടെ കാണാൻ രസമാണ് പറയും. എന്നാലും ഞാൻ ഒരു രാജ്യം മാത്രമായിട്ട് എനിക്ക് നല്ലത്. ഞാൻ 55 കണ്ടു രാജ്യങ്ങള്. ഇപ്പൊ ലാസ്റ്റ് പോയത് ഐവറി കോസ്റ്റാണ്. അവിടെ അവിടുത്തെ പ്രകൃതി കാണാൻ, അവിടുത്തെ ജനങ്ങളുടെ, ഞാൻ എപ്പോഴും പോകാറ് ഒരു രാജ്യത്ത് പോകുമ്പോഴും ടൗൺ ബേസ് അല്ല പോവാ. കുഗ്രാമങ്ങളുടെ അവരുടെ കഥകളും അവരുടെ പഴയ കഥകളും അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി ഒക്കെ കേൾക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞപ്പോൾ തന്നെ സ്വിറ്റ്സർലാൻഡ് ഭയങ്കര ബ്യൂട്ടിയാണ്. അപ്പോ എന്താണ് പുതിയതായി ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? പുതുതായി തുടങ്ങുന്നവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളിൽ മാത്രം ബിസിനസ് ചെയ്യാം. അല്ലാത്ത എന്ത് തുടങ്ങിയാലും പരാജയപ്പെടാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ പലരും ബിസിനസ് തുടങ്ങി വിചാരിച്ചിട്ട് വലിയൊരു പൈസ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവർ കടം മേടിച്ച് തുടങ്ങും. എന്നിട്ട് ഒരിക്കലും അവർക്ക് സക്സസ് ആക്കാൻ പറ്റില്ല. 99% ഞാൻ കണ്ടത് സക്സസ് ആവാത്ത ബിസിനസ്സാണ്. പക്ഷെ ഈ ഇത്രയും കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നത്, നമുക്ക് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അത് നമുക്ക് നല്ല എക്സ്പീരിയൻസ് വേണം. ഇല്ലാതെ തുടങ്ങിയത് അത് ചെറിയ രീതിയിൽ തുടങ്ങാം. കയ്യിൽ കാശുണ്ടെങ്കിൽ വർക്ക് ക്യാപിറ്റൽ എന്ന് പറയും, അതുണ്ടെങ്കിൽ നന്നായിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ വലിയ രീതിയിൽ തുടങ്ങാം, അല്ലെങ്കിൽ ആ ചെറിയ രീതി തുടങ്ങാം. അപ്പൊ അങ്ങൾക്ക് ഈ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടും പിന്നെ എനിക്ക് ഞങ്ങൾ 3 സൂപ്പർ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടും ഒരു 2 വരി പാട്ടെന്ന് പറയാം. അങ്കിൾ പറയാൻ നമ്മൾ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യവും ഭയങ്കര കുഴക്കുന്ന ചോദ്യങ്ങളാണ്. യാ റഹീമല്ലാഹ് തുണ ഏകണമല്ലാഹ് അല്ലാഹ് ഏകണമല്ലാഹ്
യാ റഹീമല്ലാഹ് തുണ ഏകണമല്ലാഹ് അല്ലാഹ് ഏകണമല്ലാഹ് കരുണയിൽ കാനിവുള്ള നാഥൻ റഹീമിന്റെ അനുഗ്രഹം ഇവിടത്തിൽ ചേരണം അകതാരിൽ കീനാവിന്റെ ചോല ഒഴുകുമ്പോൾ ആശകൾ നിറഞ്ഞങ്ങ് തേടുമ്പോൾ യാ റഹീമല്ലാഹ് തുണ ഏകണമല്ലാഹ് അല്ലാഹ് ഏകണമല്ലാഹ് യാ റഹീമല്ലാഹ് തുണ ഏകണമല്ലാഹ് അല്ലാഹ് ഏകണമല്ലാഹ്. അല്ല നിങ്ങളൊരു പാട്ട് പാടി എല്ലാവരും കൂടിയിട്ട് പാടില്ലേ? പാട്. ഏത് പാട്ടാണ്? ഞാൻ സത്യം പറഞ്ഞ എനിക്ക് പാട്ടൊന്നും ഇതേമാതിരി പ്രൊഫഷണൽ ആയിട്ട് പാടാൻ എനിക്ക് ഞാൻ ഇതേമാതിരി ഒന്നും അടിപൊളിയായിട്ടൊന്നും പാടില്ല, അത് നിങ്ങൾ പ്രതീക്ഷിക്കും വേണ്ട. പക്ഷെ അങ്കിൾ പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. എൻ്റെ മാമന്മാർ ഉമ്മാൻ്റെ ഫാമിലിയിലുള്ള എനിക്ക് 2 മാമന്മാരുണ്ട്. ഇതേമാതിരി എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഇതേമാതിരി വായിക്കും. അപ്പോൾ ഒരു കൈ നോക്കാം നമുക്ക്. ഈ പാടില്ല അപ്പം മാണിക്കാമല. റെഡി 1 2 3 സ്റ്റാർട്ട്. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിൽ കണ്ടാലും ഇനി പല ചോദ്യം ഞാൻ 2-3 ചോദ്യങ്ങളോ. അപ്പോ അങ്കിൾക്ക് അങ്കിളുടെ ലൈഫിലെ ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാട് തോന്നുന്നത്? എല്ലാരോടും ഉണ്ട്. നല്ല ഒരാളോടും എന്താ പറയാ, ഒരുപാട് കടപ്പാട് ആരോടും ഇന്റർവ്യൂ ചോദിക്കാത്ത ചോദ്യങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഒരുപാട് ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ട്. കൊടുക്കുന്ന ചോദ്യമുണ്ടോ? കടപ്പാടെന്ന് പ്രത്യേകിച്ച് ഉപ്പാനോട് വലിയൊരു കടപ്പാടാണ്. കാരണം ഉപ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പം മുതൽ നമുക്കൊരു മോട്ടിവേഷനാണ്. അതായത് എങ്ങനെ കച്ചവടം ചെയ്യുക, സത്യസന്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് മോട്ടിവേഷനാണ്. അതിനാണ് കടപ്പാട് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരാളോട് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ പറയുക, ഉപ്പ തന്നെയാണ്. ഉപ്പ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ സൂപ്പർ ഹീറോ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം, അങ്കിൾക്ക് ഇതുവരെ നിറവേറാൻ കഴിയാത്ത പോയൊരു ആഗ്രഹം? ഒരു ആഗ്രഹമില്ല, എല്ലാം കാര്യം നമ്മുടെ സാധിക്കണം. ചെറിയ വലുതാണല്ല, എന്തും ആഗ്രഹം നമുക്ക് നിറവേറിയിട്ടുള്ളൂ. അങ്ങനെ ഇനി ഒരുപാട് പ്രതീക്ഷ എന്താ പറയാ, നമുക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. ആഗ്രഹമല്ല കാര്യം നമ്മൾ ഇതുവരെ എത്തിയത് തന്നെ നമ്മളെ ചെയ്യണം, ഉള്ളതിനെ ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ ഒരുപാട് ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ അവസാനമായിട്ട് നമ്മളെ സ്വന്തം UAE കുറിച്ച് ഒരു 2 വാക്ക്. UAE കുറിച്ച് പറയാൻ, ലോകത്തില് ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം എന്ന് വെച്ചാൽ, നമ്മൾ മാതൃരാജ്യം പോലെ ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യം UAE ആണ്. കാരണം ഇന്ത്യയിൽ ഞാൻ ജീവിച്ചതിനായിട്ട് കൂടുതൽ ഞാൻ ജീവിച്ചിട്ടുള്ള UAE-ലാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാജ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് നമ്മുടെ UAE, പ്രത്യേകിച്ച് ദുബായ്. So guys, that's it for today's video. അപ്പോൾ ഈ ഇന്റർവ്യൂവിൽ അങ്കിൾക്ക് പറയാനുള്ളത്, നമ്മൾ ചോദിച്ച ചോദ്യം ഒക്കെ ഒരു ഇന്റർവ്യൂവിലും ചോദിച്ചിട്ടില്ല എന്നാണ്. പിന്നെ എന്താ വേറെ നീ പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഈ സൂപ്പർ സിസ്റ്റേഴ്സ് സൂപ്പർ ആട്ടോ. പലപ്പോഴും ഇവരെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഇവർ പറയുന്ന ആദ്യത്തെ വാക്കിക്ക് ഒരിക്കലും കിട്ടുന്നില്ല. അതൊരു സംഭവമാണ്. എന്തായാലും ഇവരൊക്കെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഭയങ്കര എന്താ പറയാ, ഒരു കോമ്പിനേഷൻ ഉണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട് അല്ലേ? ബൈ. അപ്പോൾ അങ്കിളുടെ വാല്യുബിൾ ടൈമിൽ ഞങ്ങൾ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തത് താങ്ക് യു സോ മച്ച്. And yeah, that's it for today's video. Hope you guys enjoyed it. If you did, don't forget to like, share, subscribe and turn on that post notification button for all my newest videos. And yeah, bye.